സംസ്ഥാന നേതൃയോഗങ്ങളിൽ ഉയർന്ന വിമർശനങ്ങൾ ഗൗരവത്തോടെ കണ്ട് തിരുത്തൽ നടപടിക്കൊരുങ്ങുകയാണ് CPIM. സർക്കാരിന്റെ പ്രവർത്തന രീതിയിൽ പാർട്ടിയുടെ നയസമീപനങ്ങളാണ് സ്വീകരിക്കേണ്ടത് എന്ന മുന്നറിയിപ്പ് നൽകുന്നതായിരുന്നു നേതൃയോഗങ്ങളിലെ പ്രധാന അഭിപ്രായങ്ങൾ. മുഖ്യമന്ത്രി ഭരിക്കുന്ന ആഭ്യന്തര വകുപ്പ് അടക്കം പരാജയമാണെന്ന വിമർശനവും ഉയർന്നതോടെയാണ് CPIM ആത്മപരിശോധനയ്ക്ക് ഒരുങ്ങുന്നത്. CPIMന്റെ നയസമീപനങ്ങളുടെ അടിസ്ഥാനത്തിൽ കൂടിയാണ് LDF സർക്കാരുകൾ പ്രവർത്തിച്ചു വന്നിരുന്നത്. എന്നാൽ ഒന്നാം പിണറായി സർക്കാരും രണ്ടാം സർക്കാരും വന്നപ്പോൾ പാർട്ടിയുടെ നയസമീപനങ്ങളിൽ പോലും മാറ്റമുണ്ടായി എന്ന വിമർശനങ്ങൾ ഉയർന്നു. പിണറായി പാർട്ടി സെക്രട്ടറി ആയിരുന്നപ്പോൾ അപ്പോൾ ഭരിച്ചിരുന്ന LDF മന്ത്രിസഭയിൽ പാർട്ടിക്ക് കടിഞ്ഞാണുണ്ടായിരുന്നു. എന്നാൽ അതേ പാർട്ടി സെക്രട്ടറി മുഖ്യമന്ത്രിയായപ്പോൾ പാർട്ടിയുടെ കടിഞ്ഞാൻ വിട്ടുപോയി എന്നതായിരുന്നു അന്നുയർന്ന പ്രധാനപ്പെട്ട വിമർശനങ്ങളിലൊന്ന്. പാർട്ടിയുടെ നയസമീപനങ്ങളിൽ നിന്ന് മാറി സർക്കാർ പ്രവർത്തിക്കുന്നു എന്ന വിമർശനം ഉയർന്നുവെന്നെങ്കിലും CPIM അതിന് ചെവി കൊടുത്തിരുന്നില്ല. എന്നാൽ കഴിഞ്ഞ 5 ദിവസം നീണ്ടുനിന്ന സംസ്ഥാന നേതൃയോഗങ്ങൾ പിണറായി വിജയന് മുന്നിൽ ചില മുന്നറിയിപ്പുകളാണ് നൽകുന്നത്. സർക്കാർ തീരുമാനങ്ങൾക്കല്ല, പാർട്ടിയുടെ നയസമീപനങ്ങൾക്കാണ് മുൻതൂക്കം നൽകേണ്ടെന്ന മുന്നറിയിപ്പ്. ആദ്യ പിണറായി സർക്കാരിനോളം രണ്ടാം സർക്കാർ ഉയർന്നില്ല എന്ന വിമർശനങ്ങളെയും 5 ദിവസം നീണ്ടുനിന്ന CPIMന്റെ സംസ്ഥാന കമ്മിറ്റി അംഗീകരിക്കുന്നുണ്ട്. പാർട്ടിയിലും സർക്കാരിലും തിരുത്തലുണ്ടാകുമെന്ന് സംസ്ഥാന സെക്രട്ടറി തന്നെ വ്യക്തമാക്കിയിട്ടുണ്ടെങ്കിലും അത് എത്രത്തോളം ഉണ്ടാകുമെന്ന് കാത്തിരുന്നു തന്നെ കാണണം. LDF കൺവീനർ EP ജയരാജനെതിരെയും CPIM സംസ്ഥാന കമ്മിറ്റിയിൽ അതിരൂക്ഷ വിമർശനമുയർന്നിരുന്നു. ഇടതുമുന്നണി കൺവീനർ പാർട്ടി വളയത്തിന് പുറത്താണെന്നും വിവാദ വ്യക്തിത്വങ്ങളുമായി അവിശുദ്ധ കൂട്ടുകെട്ടുണ്ടായെന്നും അഭിപ്രായമുയർന്നു. തിരുത്തൽ എങ്ങനെയായിരിക്കുമെന്നതാണ് രാഷ്ട്രീയ ആകാംക്ഷ. 24 തിരുവനന്തപുരം.